നമസ്കാരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങൾ ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു വാസ്തവം കൂടിയാണ്. UK-ക്കും ജപ്പാനും ഒക്കെ പിറകെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യമായ ജർമ്മനിയിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നാണ് അവിടുത്തെ കേന്ദ്ര ബാങ്കിന്റെ പ്രതിമാസ റിപ്പോർട്ട് നൽകുന്ന സൂചന. സമ്പദ് വ്യവസ്ഥയ്ക്ക് കരകയറാൻ പറ്റുന്നില്ല എന്നതാണ് ജർമ്മനി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടുകൂടി ഇന്ധനക്ഷാമം ജർമ്മനിയെ വല്ലാണ്ട് ഉലച്ചു കളഞ്ഞിരുന്നു. റഷ്യയിൽ നിന്നും നേരിട്ട് ഇന്ധനം വാങ്ങുന്നത് നിർത്തിയ ജർമ്മനി പിന്നീട് ഇന്ത്യയിൽ നിന്നും റഷ്യൻ ഇന്ധനം കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ നിർബന്ധിതരായി. നമുക്കറിയാം, ഈ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്നും ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്നും നേരിട്ട് വാങ്ങാതെ പകരം റഷ്യൻ എണ്ണ ഇന്ത്യയിൽ നിന്നും കൂടുതൽ വില കൊടുത്ത് വാങ്ങുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇന്ധന വില വർധനവ് ജർമ്മനിയിലെ എല്ലാ മേഖലകളെയും ബാധിക്കാൻ തുടങ്ങിയതോടുകൂടി അവിടെ പണപ്പെരുപ്പവും ഉയർന്നിട്ടുണ്ടായിരുന്നു. യുക്രൈനിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വരവ് കുറഞ്ഞതോടുകൂടി ജർമ്മനിയിൽ ഭക്ഷ്യവിലക്കയറ്റവും രൂക്ഷമായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഈ ജർമ്മനി എന്ന രാജ്യത്തെ സംബന്ധിച്ച് അതിന് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം മലയാളികളടക്കം ധാരാളം ഇന്ത്യക്കാർ പഠിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി. ജർമ്മനിയിലെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന കോഴ്സുകളുടെ നിലവാരമൊക്കെ വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയത്തിൽ പോലും ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ കുട്ടികളെ എടുത്താൽ, വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുന്നവരിലെടുത്താൽ അവരിൽ ഭൂരിഭാഗം ആളുകളും ജർമ്മനിയിലേക്കാവും പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ജർമ്മനി മാന്ദ്യത്തിലേക്ക് വീഴുമോ എന്നുള്ള ആശങ്ക കേരളത്തിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ യുദ്ധം കഴിഞ്ഞാൽ ജർമ്മൻ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കുമെന്നാണ് ഒരു ശുഭാപ്തി വിശ്വാസം കൂടി അവർക്കുണ്ട്. ജർമ്മനിയുടെ മാന്ദ്യം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്ക അതേസമയം സാമ്പത്തിക ശാസ്ത്രജ്ഞർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. എന്തെന്നാൽ ജർമ്മനിയുടെ ഓഹരി വിപണി ഇതൊന്നും കൂസാതെ പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ജർമ്മൻ ഓഹരി വിപണി ഡാക്സ് 49% ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ ജർമ്മനിയെ അലട്ടുന്നതിനൊപ്പം തന്നെ അവർ ഓഹരി വിപണിയിൽ പുതിയ നേട്ടങ്ങൾ, പുതിയ റെക്കോർഡുകൾ തൊടുന്നു എന്നുള്ളത് ഒരു അപൂർവ സാഹചര്യം തന്നെയാണ്. എന്തായാലും ജർമ്മനിയിലെ ഈ ഒരു അപൂർവ പ്രതിഭാസത്തെ മറ്റ് ലോകരാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയും ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.